നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. വിളിയോട് വിളി. സംസ്ഥാന സർക്കാരിനും സരിത എസ് നായർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി തൃശൂർ വിജിലൻസ് കോടതി. കഴിഞ്ഞ 2 വർഷമായി സരിത സമൂഹത്തെ വിഡ്ഢിവേഷം കെട്ടിക്കുന്നു. പറയുന്നത് കളവാണെങ്കിൽ പോലീസ് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ലെന്നും വിജിലൻസ് കോടതി ജഡ്ജി SS വാസൻ. കോൺഗ്രസിലെ പല പ്രമുഖരുമായും നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി സരിത കമ്മീഷനിൽ. ക്ലിഫ് ഹൌസിലെ ഒരു നമ്പറിൽ നിന്ന് 50 തവണയും മറ്റ് 2 നമ്പറുകളിൽ നിന്നായി 80 തവണയും തന്നെ വിളിച്ചതായി സോളാർ നായികയുടെ മൊഴി. മന്ത്രി ആര്യാടനെ ഫോൺ ചെയ്തത് 80 തവണ. KC വേണുഗോപാലുമായി 57 തവണയും AP അനിൽകുമാറുമായി 52 തവണയും സംസാരിച്ചു. KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ചെന്നിത്തലയെ ഡൽഹിയിൽ വെച്ച് കണ്ടതായും കമ്മീഷന് മുന്നിൽ സരിത. പോലീസിനും സോളാർ വല. സോളാർ കോഴ ആരോപണങ്ങളിൽ പോലീസിന് കുരുക്കിട്ടും സരിത. എല്ലാ സ്റ്റേഷനുകളിലും സോളാർ പാനൽ സ്ഥാപിക്കാൻ പ്രമേയം പാസാക്കിയ പോലീസ് അസോസിയേഷന് ടീം സോളാർ നൽകിയത് 20 ലക്ഷം രൂപ. പാനൽ സ്ഥാപിക്കാൻ ഉത്തരവിറക്കിയത് ADGP ശങ്കർ റെഡ്ഡി എന്നും സരിത എസ് നായർ. സെക്രട്ടേറിയറ്റിന് സമീപം പണം കൈമാറിയത് അസോസിയേഷൻ നേതാവായ GR അജിത്തിന്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് അജിത്തിനെ പരിചയമുണ്ട്. സംഘടനയുടെ സ്മരണികയ്ക്ക് പരസ്യം നൽകിയെന്നും അത് അയച്ചു കൊടുത്തത് ജോപ്പന്റെ മെയിലിലേക്കെന്നും കമ്മീഷന് മുൻപാകെ മൊഴി. കോഴ നൽകിയ കാര്യം മുതിർന്ന ഉദ്യോഗസ്ഥരോട് പറയരുതെന്ന് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. ടീം സോളാറിന്റെ പദ്ധതി സഹകരണ മേഖലയിൽ നടപ്പാക്കുന്നത് സർക്കാർ ആലോചിച്ചിരുന്നതായും കടപ്പളമറ്റത്ത് വെച്ച് മുഖ്യമന്ത്രി സംസാരിച്ചത് അതിനെക്കുറിച്ചാണെന്നും വെളിപ്പെടുത്തൽ. കസ്റ്റഡിയിലിരിക്കെ എഴുതിയ കത്തിലെ വിശദാംശങ്ങൾ സരിത കമ്മീഷന് കൈമാറിയത് മുദ്രവച്ച കവറിൽ. തന്നെ ശാരീരികമായി ഉപയോഗിച്ച നേതാക്കളുടെ പേരുവിവരം സരിത നൽകിയതായി സൂചന. മുൻ വെളിപ്പെടുത്തലുകളുടെ തെളിവായി നാളെ ഡിജിറ്റൽ രേഖകൾ കൈമാറുമെന്നും ഭീഷണി. ആക്ഷേപങ്ങൾക്കിടെ അവകാശവാദം. സർക്കാരിന്റെ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തി ഗവർണറുടെ നയപ്രഖ്യാപനം. അഴിമതി സർക്കാരിന്റെ നയമെന്ന ആക്ഷേപവുമായി പ്രതിപക്ഷ ബഹിഷ്കരണം. പ്രതിഷേധത്തിനും ഇറങ്ങിപ്പോക്കിനുമിടെ 13ാം നിയമസഭയുടെ അവസാന ബഡ്ജറ്റ് സമ്മേളനത്തിന് തുടക്കം. റബ്ബർ മേഖലയെ സംരക്ഷിക്കാൻ വൈവിധ്യവൽക്കരണം നടത്തുമെന്നും കൈത്തറിക്കായി കണ്ണൂരിൽ പരിശീലന കേന്ദ്രം തുടങ്ങുമെന്നും പ്രഖ്യാപനം. കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടം ജൂണിൽ പൂർത്തിയാക്കും. എല്ലാ ജില്ലകളിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ തുറക്കാനും പദ്ധതി. തലസ്ഥാന നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി ഓപ്പറേഷൻ അനന്ത. ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിടുന്ന സർക്കാരിന്റെ 5 വർഷത്തെ ഭരണം കേരളത്തിന്റെ സുവർണ കാലഘട്ടമെന്നും നയപ്രഖ്യാപന പ്രസംഗം. അഴിമതിയിൽ നാറിയ സർക്കാരിനു വേണ്ടി ഗവർണർ നയപ്രഖ്യാപനം നടത്തരുതെന്ന് ഇറങ്ങിപ്പോക്കിനു മുൻപ് സഭയിൽ VS. നിയമസഭയ്ക്ക് മുന്നിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിൽ കൂട്ടുചേർന്ന് KB ഗണേഷ് കുമാറും. വഴിമുട്ടിയ സമാധാനം. UN മധ്യസ്ഥതയിൽ സിറിയൻ സമാധാനം ലക്ഷ്യമാക്കി നടന്നിരുന്ന ജനീവ ചർച്ചകൾ നിർത്തിവച്ചു. വിമത കേന്ദ്രങ്ങൾക്ക് നേരെ റഷ്യൻ വ്യോമാക്രമണം അവസാനിപ്പിക്കാത്ത പശ്ചാത്തലത്തിൽ 3 ആഴ്ചത്തേക്ക് ചർച്ച നിർത്തിവെക്കുന്നതായി പ്രതിനിധികൾ. വെടിനിർത്തൽ നടപ്പാക്കാതെ സമാധാന ചർച്ചകൾ കൊണ്ട് അർത്ഥമില്ല. വിഷയത്തിൽ റഷ്യയും അമേരിക്കയും ഇടപെടാതെ ചർച്ചകൾ തുടരാനാവില്ലെന്ന് UN. എന്നാൽ അൽ-ഖ്വയ്ദ ബന്ധമുള്ള വിമത കേന്ദ്രങ്ങളിൽ മാത്രമാണ് തങ്ങൾ വ്യോമാക്രമണം നടത്തുന്നതെന്ന് റഷ്യ. ബാഷർ അൽ അസദ് അധികാരത്തിൽ തുടരുമ്പോൾ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകില്ലെന്ന് പ്രതിപക്ഷ കക്ഷികളും. സിറിയൻ പ്രതിസന്ധിയിൽ രാഷ്ട്രീയ ചർച്ചകളിലൂടെ മാത്രമേ പരിഹാരം കാണാൻ കഴിയൂ എന്ന് UN സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ. ഭീകരതയുടെ തുടർക്കഥ. ജമ്മു കാശ്മീരിലെ ബന്ദിപ്പൂർ മേഖലയിൽ 3 പാക് ഭീകരരെ സൈനികർ വെടിവെച്ചു കൊന്നു. കൊല്ലപ്പെട്ട 3 ലഷ്കർ-ഇ-തോയ്ബ അംഗങ്ങളെന്ന് സൂചന. 12 മണിക്കൂർ നീണ്ട പോരാട്ടത്തിൽ സൈന്യത്തിന് ആൾനഷ്ടമുണ്ടായിട്ടില്ല. അതിനിടെ IS ബന്ധം സംശയിക്കുന്ന ഒരാൾ ഡൽഹിയിൽ പിടിയിലായതായും റിപ്പോർട്ട്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.